ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിൻ്റെ സിലബസിലെ ഇലാസ്റ്റിസിറ്റി എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിൽ നിന്നും കേരള PSC, SSC, UPSC തുടങ്ങിയ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിച്ചിട്ടുള്ള എല്ലാ PYQസും എപ്പോഴത്തെയും പോലെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ആദ്യം എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ദ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് ആഫ്റ്റർ ദ ഡീഫോമിംഗ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ് ഈസ് കോൾഡ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിനെ ഡീഫോം ചെയ്യുകയാണെന്ന് വെച്ചോളൂ. ഡീഫോം ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഷേപ്പിനും സൈസിനൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ അതിന് തിരിച്ച് ആ പഴയ ഷേപ്പിലോട്ട് വരാനുള്ള ആ വസ്തുവിൻ്റെ കഴിവിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ താഴെ ഇത് സിമ്പിൾ വേർഡ്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിക്കേ. വെൻ യു സ്ട്രെച്ച് എ റബ്ബർ ബാൻഡ് ഇറ്റ് ചേഞ്ചസ് ഷേപ്പ്, ബട്ട് വെൻ യു റിലീസ് ഇറ്റ് കംസ് ബാക്ക്. ദാറ്റ്സ് ഇലാസ്റ്റിക് ബിഹേവിയർ. അതായത് നമ്മളൊരു റബ്ബർ ബാൻഡ് എടുത്ത് വലിക്കുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ ഷേപ്പ് മാറില്ലേ, അത് വലിഞ്ഞു വരും. എന്നിട്ട് നമ്മൾ കയ്യങ്ങ് വിട്ടാലോ അത് പഴയ ഷേപ്പിലോട്ട് തിരിച്ചു പോകും. ഇതാണ് ഇലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളെ ഇലാസ്റ്റിസിറ്റിയുടെ ബേസിസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇലാസ്റ്റിക് ബോഡീസ് എന്നും പ്ലാസ്റ്റിക് ബോഡീസ് എന്നും. അപ്പോൾ എന്താണ് ഇലാസ്റ്റിക് ബോഡി, എന്താണ് പ്ലാസ്റ്റിക് ബോഡീസ് എന്ന് ഈ ബോക്സിലൊന്ന് നോക്കിക്കേ. ഇലാസ്റ്റിക് ബോഡിയുടെ ഡെഫിനിഷൻ ആദ്യം നോക്കാം. റീഗെയിൻ ഇറ്റ്സ് ഷേപ്പ് ആൻഡ് സൈസ് കംപ്ലീറ്റ്ലി ആഫ്റ്റർ റിമൂവിങ് ഫോഴ്സ്. അതായത് ഫോഴ്സ് അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് അതിൻ്റെ പഴയ ഷേപ്പിലും സൈസിലോട്ടും തിരിച്ചു പോവും. അങ്ങനെയുള്ള ബോഡീസിന് പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ബോഡീസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് സ്റ്റീൽ കോഡ്സ് തുടങ്ങിയവ. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളാണ് പ്ലാസ്റ്റിക് ബോഡീസ്. പ്ലാസ്റ്റിക് ബോഡീസിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കിക്കേ. ഡസ് നോട്ട് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് ഡീഫോം ചെയ്തിട്ട് ആ ഫോഴ്സ് അങ്ങ് മാറ്റിയെന്നും പറഞ്ഞിട്ട് അത് തിരിച്ച് പഴയത് കണക്കാവില്ല. പെർമനൻറ്റ് ഡീഫോമേഷനാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ബോഡീസിന് പറയുന്ന പേരാണ് പ്ലാസ്റ്റിക് ബോഡീസ്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ആണ് ക്ലേ, വാക്സ്, പുട്ടി എന്നിവയൊക്കെ പ്ലാസ്റ്റിക് ബോഡീസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി താഴെ കൊടുത്തേക്കുന്ന ആ സെൻറ്റൻസ് ഒന്ന് നോക്കിക്കേ. സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. എന്ന് വെച്ചാൽ സ്റ്റീലാണ് റബ്ബറിനെക്കാളും ഇലാസ്റ്റിക് എന്ന്. അത് കുറച്ചൊരു ട്രിക്കി അല്ലേ, അങ്ങ് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ അതെങ്ങനെ ശരിയാവും, റബ്ബറല്ലേ കൂടുതൽ ഇലാസ്റ്റിക് എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബോഡീസിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ നോക്കിക്കേ. എന്താണ് ആ കറക്റ്റ് ഡെഫിനിഷൻ്റെ മീനിങ്? അതായത് നമ്മൾ ഒരു വസ്തുവിന് ഒരു ഫോഴ്സ് കൊടുത്ത് ഡീഫോം ചെയ്താൽ ആ വസ്തുവിന് പഴയ ഷേപ്പിലോട്ടും സൈസിലോട്ടും പോകാനുള്ള കഴിവാണ് ഇലാസ്റ്റിസിറ്റി. അല്ലാതെ ഒരു വസ്തുവിനെ നമുക്ക് എത്രത്തോളം വലിച്ച് നീട്ടാം എന്നുള്ളതല്ല ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. ഇത് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ സ്റ്റീൽ ഏതാണ്, കുറേ ഓപ്ഷൻസ് വന്നിട്ട് ഇതിൽ ഏതാണ് മോർ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, റബ്ബർ കാണുമ്പോൾ ആ റബ്ബർ അതാണ് കൂടുതൽ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞ് അതങ്ങ് മാർക്ക് ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഇവിടെ ആരാണ് മോർ ഇലാസ്റ്റിക് എന്ന് പറയുന്നത്? സ്റ്റീലാണ്. കാരണം നമ്മളിപ്പോൾ സ്റ്റീലിനും റബ്ബറിനും ഒരേ ഫോഴ്സ് കൊടുത്ത് ഡീഫോം ചെയ്യുന്നു. അപ്പോൾ സ്റ്റീൽ എന്ത് ചെയ്യും, നമ്മൾ റബ്ബർ വരുത്തുന്ന അത്ര ഡീഫോമേഷൻ സ്റ്റീൽ വരുത്തില്ല. ഡീഫോമേഷൻ കുറച്ച് റെസിസ്റ്റ് ചെയ്യും. നമ്മൾ ഈ കൊടുക്കുന്ന ഫോഴ്സ് അങ്ങ് മാറ്റിയ സ്റ്റീലായിരിക്കും കൂടുതലും പഴയ ഷേപ്പ് റീഗെയിൻ ചെയ്യുന്നത് റബ്ബറിനെക്കാളും. അതുകൊണ്ടാണ് സ്റ്റീലാണ് മോർ ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോണത് എന്താണ് സ്ട്രെസ്സ്, എന്താണ് സ്ട്രെയിൻ എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്ട്രെസ് എന്താണെന്ന് നോക്കാം. സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് സിഗ്മ. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കേ. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് സ്ട്രെസ്സ്. അതിൻ്റെ ഫോർമുല നോക്കിക്കേ. സിഗ്മ ഈസ് ഈക്വൽ ടു F/A, ദാറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ. യൂണിറ്റ് നോക്കിക്കേ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ. അപ്പോൾ ഇവിടെ സ്ട്രെസ്സ് കാണുമ്പോൾ നമുക്ക് വേറൊരാൾ ഓർമ്മ വരും. ആരാണ്? പ്രഷർ അല്ലേ. സ്ട്രെസ്സും പ്രഷറും ഏകദേശം യൂണിറ്റ്സും എല്ലാം സെയിം അല്ലേ, യൂണിറ്റ്സും ഫോർമുലയും ഒക്കെ സെയിം. പക്ഷേ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണലിയാണ് ആക്ട് ചെയ്യുന്നത്.
പ്രഷർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ഒന്നാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് നോക്കാം സ്ട്രെയിൻ. എന്താണ് സ്ട്രെയിൻ? സ്ട്രെയിനിന് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് എപ്സിലോൺ. അപ്പോൾ ഡെഫിനിഷൻ നോക്കാം. റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്ത് ഒരു വസ്തുവിനെ ഡീഫോം ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഒറിജിനൽ ഡയമെൻഷനിൽ നിന്ന് അതിനൊരു ചേഞ്ച് വന്നു. അപ്പോൾ ഈ രണ്ട് ഡയമെൻഷൻ്റെയും റേഷ്യോ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതായത് എപ്സിലോൺ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. ഡെൽറ്റ എൽ എന്ന് വെച്ചാൽ എന്താണ്? പുതിയ ചേഞ്ച് വന്ന ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ഇതിന് യൂണിറ്റ് ഇല്ല. കാരണം എന്താണ്? ഇതൊരു റേഷ്യോ ആണല്ലേ, അപ്പോൾ അതിന് യൂണിറ്റ് ഇല്ല. ഇനി അടുത്തത് താഴെ ഒരു സെൻറ്റൻസ് കൊടുത്തേക്കുന്നത് നോക്കിക്കേ. സ്ട്രെസ് കോസസ് ഡീഫോമേഷൻ, സ്ട്രെയിൻ മെഷേഴ്സ് ഇറ്റ്. എന്താ പറയുന്നത്? ഈ സ്ട്രെസ്സ് കാരണം എന്തുണ്ടാവുന്നു? ഡീഫോമേഷൻ ഉണ്ടാവുന്നു അല്ലേ. ആ ഡീഫോമേഷൻ എത്രത്തോളം ഉണ്ടാവുന്നു എന്ന് അളക്കുന്ന ആളാണ് ആര്? സ്ട്രെയിൻ. അടുത്തത് നമ്മുടെ PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ലോ ആണ് ഹൂക്സ് ലോ. ഇതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ട്രെയിൻ. അതായത് ഇലാസ്റ്റിക് ലിമിറ്റിന് ഉള്ളിൽ നിൽക്കുമ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് സ്ട്രെസ്സ് കൂടുമ്പോൾ സ്ട്രെയിനും കൂടും. ഇതാണ് ഹൂക്സ് ലോ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കീവേഡ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. അതായത് ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ, അതായത് ഇലാസ്റ്റിക് ആ ഒരു പരിധിക്കുള്ളിലാണ് എന്ത്? സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ. അത് കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല. അതൊക്കെ നമുക്കൊരു ഗ്രാഫിലൂടെ പറയാം. അപ്പോൾ അടുത്തത് നോക്കിക്കേ. സിഗ്മ പ്രൊപ്പോർഷണൽ ടു എഫലോൺ. അതായത് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സിഗ്മ ഈസ് ഈക്വൽ ടു എഫ്സലോൺ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. നമുക്ക് പ്രധാനമായിട്ടും 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി ഓർ ഷിയർ മോഡുലസ്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് യങ്സ് മോഡുലസ് നോക്കാം. യങ്സ് മോഡുലസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് Y. അപ്പോൾ എന്താണ് യങ്സ് മോഡുലസ്? റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡനൽ എന്ന് വെച്ചാൽ എന്താണ്? നീളത്തിന്. അപ്പോൾ നീളത്തിന് അല്ലെങ്കിൽ ലെങ്ത്തിന് എന്തെങ്കിലും മാറ്റം വരുന്ന കേസിലാണ് നമ്മൾ യങ്സ് മോഡുലസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ. യങ്സ് മോഡുലസ് Y ഈസ് ഈക്വൽ ടു F/A ഡിവൈഡഡ് ബൈ ഡെൽറ്റ L/L. ഡെൽറ്റ L/L എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ഇവിടെ എപ്പോഴൊക്കെയാണ് യങ്സ് മോഡുലസ് അപ്ലൈ ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻസ്? സ്ട്രെച്ചിങ് എ വയർ. എന്താണ്? ഒരു വയർ നമ്മൾ വലിച്ച് നീട്ടുന്നു. അല്ലെങ്കിൽ എന്ത് പറയാം? ഒരു വയറിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നു, അതായത് ലെങ്ത് കുറയ്ക്കുന്നു. ആ സിറ്റുവേഷനിലൊക്കെ അപ്ലൈ ആവുന്ന ഇലാസ്റ്റിസിറ്റി മോഡുലസാണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് K എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. റേഷ്യോ ഓഫ് നോർമൽ സ്ട്രെസ് ടു വോളുമെട്രിക് സ്ട്രെയിൻ. അതായത് ബൾക്ക് മോഡുലസ് അപ്ലൈ ആവുന്നത് വോളിയത്തിന് ചേഞ്ച് വരുമ്പോഴാണ്. എന്താണ്? എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ വോളിയം ചേഞ്ച് ആവുന്നത്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ പ്രഷർ നമ്മൾ കൂട്ടി അതിനെ കംപ്രസ് ചെയ്യുന്ന ടൈമിലൊക്കെ, അല്ലെങ്കിൽ വലിച്ച് നമ്മൾ ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്യുന്ന ടൈമിലൊക്കെ അവിടെ എന്താണ്? വോളിയമാണ് ചേഞ്ച് ആവുന്നത്. അതായത് വോളുമെട്രിക് സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? വോളിയത്തിന് ചേഞ്ച് വരുന്ന സിറ്റുവേഷൻസ്. അപ്പോൾ അതിൻ്റെ ഫോർമുല നോക്കിക്കേ. K ഈസ് ഈക്വൽ ടു ഡെൽറ്റ P ഡിവൈഡഡ് ബൈ ഡെൽറ്റ V/V. അതായത് എന്താണ്? ഇവിടെ ഡെൽറ്റ P എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ പ്രഷർ ബൈ എന്ത്? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. അതിനെ പറ്റിയ സിറ്റുവേഷൻ ഏതാ കൊടുത്തേക്കുന്നത്? കംപ്രസിങ് എ ഫ്ലൂയിഡ്. ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിനെ കംപ്രസ് ചെയ്യുന്ന ടൈമിലൊക്കെ എന്താണ്? ബൾക്ക് മോഡുലസ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, വോളിയത്തിനാണ് ഏതെങ്കിലും കേസിൽ വോളിയത്തിനാണ് ചേഞ്ച് വരുന്നതെങ്കിൽ അവിടെ വരുന്ന ആളെന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ് ആണ്. ഇനി അടുത്തത് റിജിഡിറ്റി ഓർ ഷിയർ മോഡുലസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് G അല്ലെങ്കിൽ ഈറ്റ.
അതെന്താണെന്ന് നോക്കാം. റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയർ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, എന്തെങ്കിലും ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്ന, വളയ്ക്കുക, തിരിക്കുക, വളയ്ക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെയാണ് എന്ത് വരുന്നത്, റിജിഡിറ്റി ഓർ ഷിയർ മോഡുലസ് വരുന്നത്. ദാറ്റ് ഈസ് G ഈസ് ഈക്വൽ ടു F/A ഡിവൈഡഡ് ബൈ തീറ്റ. തീറ്റ എങ്ങനെ വരുന്നത്, നമ്മൾ ഇങ്ങനെ വളയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ഒരു ആംഗിൾ ഫോം ചെയ്യും. ആ ആംഗിളാണ് എന്ത് ഇവിടെ തീറ്റ എന്ന് പറയുന്നത്. അവിടെ സിറ്റുവേഷൻ നോക്കിക്കേ, ട്വിസ്റ്റിങ് എ റോഡ്, ഏതെങ്കിലും ഒരു കമ്പി എന്താണ് ട്വിസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലൊക്കെ വരുന്ന ആളാണ് റിജിഡിറ്റി ഓർ ഷിയർ മോഡുലസ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി നമ്മളൊരു ഗ്രാഫാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഹൂക്സ് ലോ പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണ് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാഫാണ് ഇത്. അപ്പോൾ ഇതിൽ ഓരോ പോയിൻറ്റ്സും മാർക്ക് ചെയ്തേക്കുന്ന കാണാമല്ലോ നിങ്ങൾക്ക് ഗ്രാഫിൽ, ABCDE എന്നൊക്കെ. സൈഡിൽ ഒരു ബോക്സിനകത്ത് ആ പോയിൻറ്റ്സ് എന്താണ് മീൻ ചെയ്യുന്നതെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ O തൊട്ട് ഒറിജിനിൽ O കണ്ടല്ലോ, ആ O തൊട്ട് A വരെ ഉള്ളതാണ് നമ്മുടെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത്. പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതെന്താണ്, ഹൂക്സ് ലോ അവിടം വരെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഹൂക്സ് ലോ ആ ഒരു ഏരിയ വരെ ഹോൾഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഹൂക്സ് ലോ എന്താണ്, ഒബേ ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. A എന്ന് പറയുന്നതാണ് ഇലാസ്റ്റിക് ലിമിറ്റ്, അതായത് അവിടം വരെ ആണ് ആ വസ്തുവിന് ഇലാസ്റ്റിസിറ്റി ഉള്ളത്. അതുവരെ എന്താണ്, ഡിഫോം ചെയ്താലും അത് ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എന്താണ്, ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാനുള്ള കഴിവ് അതിന് നഷ്ടപ്പെടും. അപ്പോൾ B എന്താണ്, അപ്പർ ഈൽഡ് പോയിൻറ്റ്, സ്റ്റാർട്ട് ഓഫ് ഈൽഡിങ്, സ്ട്രെസ് ഡ്രോപ്സ് ആഫ്റ്റർ. അപ്പോൾ ഇത്രയും നേരം എന്തായിരുന്നു, സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരുന്നു. പക്ഷേ B വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു, സ്ട്രെസ് പതുക്കെ ഡ്രോപ്പ് ചെയ്യുന്നു. ഇനി C നോക്കിക്കേ, ലോവർ ഈൽഡ് പോയിൻറ്റ്. ലോവർ ഈൽഡ് പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ, പ്ലാസ്റ്റിക് ഡീഫോമേഷൻ സ്റ്റാർട്ട്സ്. അതായത് എന്താണ്, കംപ്ലീറ്റ്ലി അതെന്താണ്, ഒട്ടും തിരിച്ചു വരാത്ത അവസ്ഥയായിട്ട് മാറുന്നു, പ്ലാസ്റ്റിക് ബോഡിയായിട്ട് അത് മാറുന്നു. അതായത് ഇനി അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് അല്ലെങ്കിൽ ഒട്ടും പിന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ. അതാണ് എന്താണ്, ലോവർ ഈൽഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി D എന്താണ്, അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിൻ്റ്. അതായത് പരമാവധി, അൾട്ടിമേറ്റ് എന്ന് വെച്ചാൽ പരമാവധി സ്ട്രെസ് പോയിൻ്റാണ് അതിൻ്റെ D എന്ന് പറയുന്നത്. മാക്സിമം സ്ട്രെസ് ബിഫോർ നെക്കിങ്. അതായത് അത് അത്രയും റെസിസ്റ്റ് ചെയ്ത് എന്താണ്, നെക്കിങ് എന്ന് വെച്ചാൽ എന്താണ്, അവിടെ വളരെ തിന്നായിട്ടങ്ങ് എന്താണ് വലിഞ്ഞ് നമ്മൾ തലയിലൊക്കെ കെട്ടുന്ന മറ്റേ നമ്മുടെ ഹെയർ ബാൻഡൊക്കെ ഇല്ലേ, വലിഞ്ഞിങ്ങനെ അതിൻ്റെ തിക്നെസ്സൊക്കെ പോയി നൂല് കണക്കാവുമല്ലോ, അതാണ് നെക്കിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ മെറ്റീരിയലിൻ്റെ കേസിലും അത് ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ D എന്ന് പറയുന്നത്. അതെന്താണ്, അത് പൊട്ടുന്നതിന് മുമ്പ് അതിൻ്റെ മാക്സിമം സ്ട്രെസ് ബിഫോർ നെക്കിങ്, അത് നിങ്ങൾ തിൻ ഔട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള മാക്സിമം ആ ഒരു പോയിൻ്റാണ് D എന്ന് പറയുന്നത്. ഇനി E എന്താണ്, ബ്രേക്കിംഗ് ഓർ റപ്ചർ പോയിൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇനി എന്താണ്, അവിടെ വെച്ച് അത് പൊട്ടിപ്പോവും, ഇനി അതിൽ കൂടുതൽ അതിന് താങ്ങാൻ പറ്റില്ല. മെറ്റീരിയൽ ഫ്രാക്ചേഴ്സ് കംപ്ലീറ്റ്ലി, എന്താണ്, മെറ്റീരിയൽ അവിടെ വെച്ച് ഫ്രാക്ചറായി പോകുന്ന ഒരു പോയിൻ്റാണ് E എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, പോയ്സൺസ് റേഷ്യോ. പോയ്സൺസ് റേഷ്യോ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ന്യൂ ആണ്. ഇനി എന്താണ് പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത്, റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ. അതായത് ന്യൂ ഈസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ. അപ്പോൾ എന്താണ് ലാറ്ററൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ തമ്മിലുള്ള വ്യത്യാസം? ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ച ആളാണ്. എന്താണ്, നീളത്തിന്, ലെങ്ത്തിന് എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ പറയുന്നതാണ് ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്, സൈഡ് വൈസ് ആയിട്ട്, അതായത് ഈ ലെങ്ത്തിന് പെർപെൻഡിക്കുലറായിട്ട് സൈഡ് വൈസിൽ ചേഞ്ച് ഉണ്ടാകുന്നതാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു റബ്ബർ ബാൻഡ് എടുത്ത് വലിച്ച് നീട്ടുവാണെന്ന് വെച്ചു. അപ്പോൾ ആ വലിച്ച് നീളുമ്പോൾ ആ നീളത്തിന് വരുന്ന മാറ്റമാണ് ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ. നീളത്തിന് മാത്രമേ അവിടെ ചേഞ്ച് വരുള്ളൂ. നിങ്ങൾ വലിക്കുമ്പോൾ ആ റബ്ബർ ബാൻഡിൻ്റെ തിക്നെസ്സും എന്താണ്, ചെറുതായിട്ട് കുറയുന്നതായിട്ട് തോന്നൂലേ വലിയുമ്പോൾ? അപ്പോൾ എന്താണ്, സൈഡ് വൈസും എന്താണ്, മാറ്റം വരുന്നുണ്ട്. ആ സൈഡ് വൈസിലെ മാറ്റമാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്.
അതായത് അതിൻ്റെ ഡയമീറ്റർ ചെറുതായിട്ട് കുറയുന്നതായിട്ട് തോന്നൂലേ, ആ റബ്ബർ ബാൻഡ് തിന്നാവുന്നത് പോലെ തോന്നൂലേ, അതാണ്. അതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്, പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി പോയ്സൺസ് റേഷ്യോ വാല്യൂ ഫോർ മോസ്റ്റ് മെറ്റീരിയൽസ് ലൈസ് ബിറ്റ്വീൻ 0 and 0.5. ഈ പോയ്സൺസ് റേഷ്യോ മിക്ക മെറ്റീരിയൽസിനും വരുന്ന റേഞ്ചാണ് പറയുന്നത് 0 to 0.5 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാൾക്കാരെ തന്നിട്ടുണ്ട്, മിനിമവും മാക്സിമവും. ഫോർ കോർക്ക് അറിയാലോ, ബോട്ടിലൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കോർക്ക് എന്ന് പറയുന്നത്. കോർക്കിൻ്റെ പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 ആണ്. എന്താണ്? 0 ആണ്. അതായത് അതിനെന്തില്ല, അതിന് ലാറ്ററൽ സ്ട്രെയിൻ ഇല്ല. നമ്മൾ ഈ ബോട്ടിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് കംപ്രസ് ചെയ്യുമ്പോൾ എന്താണ്, അതിൻ്റെ ലെങ്ത്തിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അതിൻ്റെ സൈഡിനൊന്നും വരുന്നില്ല, സൈഡിൽ എക്സ്പാൻഡ് ചെയ്യുകയോ കംപ്രസ് ആവുകയോ ഒന്നും ചെയ്യുന്നില്ല. അതാണ് കോർക്കിന് 0 വരാനുള്ള കാരണം. അതേ സ്ഥാനത്ത് റബ്ബർ നോക്കിക്കേ, റബ്ബറിൻ്റെ എത്രയാണ് മാക്സിമം വാല്യൂ ആണ് 0.5. കാരണം എന്താണ്, നമ്മൾ റബ്ബർ വലിച്ച് നീട്ടുമ്പോൾ എന്തും കുറയുന്നുണ്ട്, അതിൻ്റെ തിക്നെസ്സും കുറയുന്നില്ലേ, അതുകൊണ്ടാണ് അതിന് 0.5 വന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി U എന്നാണ്. വെൻ യു സ്ട്രെച്ച് ഓർ കംപ്രസ് ആൻ ഇലാസ്റ്റിക് ബോഡി, ഫോർ എക്സാമ്പിൾ എ വയർ ഓർ സ്പ്രിങ്, യു ഡു എ വർക്ക് ഓൺ ഇറ്റ്. That work doesn't vanish. It's stored as potential energy in the material. അതായത് നമ്മൾ ഒരു എലാസ്റ്റിക് ബോഡി, ഫോർ എക്സാമ്പിൾ ഒരു വയറിനെയോ സ്പ്രിങ്ങിനെയോ എന്താണ് കംപ്രസ് ചെയ്യുകയോ സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്യുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ സത്യത്തിൽ അവിടെ എന്താ ചെയ്യുന്നത്, അതിലൊരു വർക്ക് ചെയ്യുവാണ്. ആ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, എവിടെയും പോകുന്നില്ല. അതെന്താണ്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ആ മെറ്റീരിയൽ സ്റ്റോർ ആയി ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. When you release the force, the material gives that energy back as motion, sound or heat. അപ്പോൾ നമ്മൾ ഈ ഫോഴ്സ് അങ്ങ് റിലീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആ മെറ്റീരിയൽ നമ്മൾ കൊടുത്ത ആ എനർജി തിരിച്ച് എന്തിൻ്റെ ഫോമിൽ, സൗണ്ടിൻ്റെ ഫോമിലോ ഹീറ്റിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ മൂവ്മെൻറ്റിൻ്റെ ഫോമിലോ ഒക്കെ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പൊട്ടൻഷ്യൽ എനർജി അഥവാ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് U = ½ സിഗ്മ എപ്സിലോൺ എന്നാണ്. അതായത് U എന്ന് പറയുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ എനർജി. സിഗ്മ എപ്സിലോൺ എന്താണെന്ന് അറിയാമോ? സിഗ്മ എന്താണ്, സ്ട്രെസ്. അതുപോലെ എപ്സിലോൺ എന്താണ്, സ്ട്രെയിൻ. അപ്പോൾ ½ സ്ട്രെസ് × സ്ട്രെയിൻ എന്നാണ് ഇവിടെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എങ്ങനെ വേറെ ഫോമിൽ എങ്ങനെ എഴുതാം, ½ y മീൻസ് യങ്സ് മോഡുലസ് ∆L/L the whole square എന്നും എഴുതാം. അപ്പോൾ ഇനി നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന ടോപ്പിക്കിൽ നിന്നുള്ള PYQs ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ എന്താണ് ഇലാസ്റ്റിസിറ്റി എങ്ങനെ പഠിക്കണമെന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് ആഫ്റ്റർ ഡീഫോർമേഷൻ ഈസ് ഡാഷ്. അതായത് ഒരു വസ്തുവിന് അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാനുള്ള കഴിവ്, അതെന്താണ്, ഇലാസ്റ്റിസിറ്റി. എക്സ്പ്ലനേഷനും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഇലാസ്റ്റിസിറ്റി = റീസ്റ്റോറിങ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ റിമൂവിങ് ഡീഫോമിങ് ഫോഴ്സ്. അതായത് ഡീഫോമിങ് ഫോഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ദിസ് ഈസ് ഡാഷ്. അതായത് ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് ഏത് നിയമമാണ് പറയുന്നത്, നമുക്കറിയാം. ഏതാണ്, ഹൂക്സ് ലോ ആണ് ഇത് പറയുന്നത്. ദാറ്റ് ഈസ് സിഗ്മ പ്രൊപ്പോർഷണൽ ടു എപ്സിലോൺ. ദാറ്റ് ഈസ് സിഗ്മ = y × എപ്സിലോൺ. y എന്ന് പറയുന്നത് യങ്സ് മോഡുലസ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഈസ് മോസ്റ്റ് ഇലാസ്റ്റിക്. അതായത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഞാൻ പറഞ്ഞല്ലേ നേരത്തെ. എന്താണ്, ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കൂടുതൽ ഇലാസ്റ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്നാണ് ചോദ്യം. ഏതാണ്, സ്റ്റീലാണ് കേട്ടോ. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഇലാസ്റ്റിസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോഡുലസ് നോട്ട് സ്ട്രെച്ചിനെസ്. എന്താണ്, ഇലാസ്റ്റിസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് മോഡുലസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ എത്രത്തോളം വലിയുന്നു, എത്രത്തോളം വലിക്കാൻ പറ്റുന്നു എന്നുള്ളതിനെയൊന്നും അല്ല.
സ്റ്റീൽ റീഗെയിൻസ് ഷേപ്പ് മോർ പെർഫെക്റ്റ്ലി, ഹെൻസ് മോസ്റ്റ് ഇലാസ്റ്റിക്. എന്താണ്? സ്റ്റീലാണ് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഷേപ്പ് റീഗെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റീലാണ് കൂടുതൽ ഇലാസ്റ്റിക്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതൊരു പ്രോബ്ലം ആണ്. ഇഫ് എ വയർ ഓഫ് ഡയമീറ്റർ 2 millimeter is stretched by 1 millimeter under a load of 20 Newton and original length is 2 meter, find y. നമുക്കിവിടെ യങ്സ് മോഡുലസ് y ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? വയറിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ എത്രയാണ്? 2 millimeter ആണ്. മില്ലിമീറ്ററിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ കൺവേർട്ട് ചെയ്യും? 2 × 10⁻³ എന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷേ എന്ത് തന്നിട്ടില്ല? റേഡിയസ് തന്നിട്ടില്ല. അപ്പോൾ ഡയമീറ്റർ ഇതാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്ത് നമുക്ക് റേഡിയസ് കിട്ടും. ആ റേഡിയസ് വെച്ചിട്ട് നമുക്ക് ഒരാളെ കണ്ടുപിടിക്കണം. ഇവിടെ ആരെയാണ്? ഏരിയ നമുക്ക് അറിയത്തില്ല, ക്വസ്റ്റിന് തന്നിട്ടില്ല. അപ്പോൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒരു വയറാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് എന്തറിയാം? ഏരിയ കണ്ടുപിടിക്കാൻ πr² ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താണ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ എന്താണ്? യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാനുള്ളത് y = FL/A∆L. ഇതിൽ എന്തൊക്കെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോബ്ലത്തിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് 1.27 × 10⁻10 Newton/m² എന്ന് കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോബ്ലം ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോയെന്ന് പറയണം കേട്ടോ. കമൻ്റായിട്ട് പറയണേ. അടുത്ത ചോദ്യം, ദ ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് എ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ്. അതായത് ഒരു വസ്തുവിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് നേച്ചർ ഓഫ് മെറ്റീരിയൽ, ടെമ്പറേച്ചർ, ഇമ്പ്യൂരിറ്റീസ്, ഓൾ ഓഫ് ദീസ്. ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. അതായത് ഒരു മെറ്റീരിയലിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിനെ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. നേച്ചർ ഓഫ് മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇമ്പ്യൂരിറ്റീസും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഇലാസ്റ്റിക് ബിഹേവിയർ ഈസ് അഫക്റ്റഡ് ബൈ കോമ്പോസിഷൻ, ടെമ്പറേച്ചർ ആൻഡ് ഡിഫെക്ട്സ്. അതായത് ഇലാസ്റ്റിക് ലിമിറ്റിനെ എന്തൊക്കെ ബാധിക്കുന്നുണ്ട്? കോമ്പോസിഷൻ എന്ന് വെച്ചാൽ ഒരു വസ്തുവിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത്, അതായത് നേച്ചർ ഓഫ് മെറ്റീരിയൽ. പിന്നെ ടെമ്പറേച്ചറും അതേപോലെ ഡിഫെക്ട്സ്, അതിനെന്തെങ്കിലും ഡിഫെക്ട്സ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും അതിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അതും ഇലാസ്റ്റിക് ലിമിറ്റിനെ ബാധിക്കുന്ന ഒന്നാണ്. അടുത്ത ചോദ്യം, ദ യൂണിറ്റ് ഓഫ് യങ്സ് മോഡുലസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഡാഷ്. അതായത് യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ യൂണിറ്റുമാണ് സെയിം ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് പ്രഷറാണ്. അപ്പോൾ അതെങ്ങനെയാണ്? യങ്സ് മോഡുലസ് എന്ന് വെച്ചാൽ എന്താണ്? ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ ആണ് അല്ലേ? അതായത് ഫോഴ്സ് ബൈ ഏരിയ, F/A/Δl/L. F/A ആണ് എന്ത്? പ്രഷർ അല്ലേ? അതിൻ്റെ യൂണിറ്റ് എന്താണ്? Newton/m². പക്ഷേ നമ്മുടെ യങ്സ് മോഡുലസിന് ഡിനോമിനേറ്ററിൽ വേറെ ഒരാളും കൂടിയുണ്ട്, Δl/L. നമുക്കറിയാം അതൊരു റേഷ്യോ ആണ്. അതിനെന്തില്ല? യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഇല്ല. അതായത് അപ്പോൾ ഇവിടെ ആർക്ക് മാത്രമേ ഉള്ളൂ? ഫോഴ്സ് ബൈ ഏരിയയ്ക്ക് മാത്രമേ ഉള്ളൂ. അതാണ് Newton/m². അതെന്താണ്? പ്രഷറിൻ്റെതും Newton/m² ആണ്. അവ രണ്ടുമാണ് സെയിം. അടുത്ത ചോദ്യം, ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ ഈസ് ഡാഷ്. അതായത് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ന്യൂ = ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡനൽ സ്ട്രെയിൻ. അത് ഏത് റേഷ്യോ ആണ്? പോയ്സൺസ് റേഷ്യോ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ദ സ്ട്രെയിൻ ഇൻ എ വയർ ഈസ് ഡബിൾഡ്, ദ സ്ട്രെസ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് വിൽ ഡാഷ്. അതായത് ഒരു വയറിൻ്റെ സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഇരട്ടിയാക്കിയാൽ ഇലാസ്റ്റിക് ലിമിറ്റിൽ നിൽക്കുമ്പോൾ അതിൻ്റെ സ്ട്രെസ്സിനുണ്ടാവുന്ന മാറ്റം എന്താണെന്നാണ് ചോദ്യം. എന്താണ്? സ്ട്രെസ്സും ഡബിളാവും. സ്ട്രെയിൻ ഡബിളായാൽ സ്ട്രെസ്സും ഡബിളാവും. നമുക്കറിയാം വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ഏത് ലോ ആണ് അവിടെ നടക്കുന്നത്, ഒബേ ആവുന്നത്? ഹൂക്സ് ലോ. എന്താ ഹൂക്സ് ലോ പറയുന്നത്? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് സ്ട്രെസ് എത്ര കൂടുന്നോ അത്രയും തന്നെ ആരും കൂടും? സ്ട്രെയിനും കൂടും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഹാസ് ദ സെയിം SI യൂണിറ്റ്. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് പെയറിനാണ് സെയിം SI യൂണിറ്റ് ഉള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ ഏതിനാണ്? സ്ട്രെസ്സിനും പ്രഷറിനും ആണ്. സ്ട്രെസ് ആൻഡ് പ്രഷർ ഹാവ് സെയിം യൂണിറ്റ്സ് അല്ലേ? ബോത്ത് ഹാവ് ദ യൂണിറ്റ് Newton/m² or Pascal.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം ഇൻ സ്ട്രെച്ചിങ് എ വയർ ഈസ് ഗിവൻ ബൈ ഡാഷ്. അതായത് വർക്ക് ഡൺ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് നമ്മുടെ വർക്ക് അവിടെ സ്റ്റോർ ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ യു കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? ഹാഫ് ഇൻറ്റു സിഗ്മ ഇൻറ്റു എപ്സിലോൺ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇലാസ്റ്റിക് മെറ്റീരിയൽ അല്ലാത്തതെന്നാണ് ചോദ്യം. ഇത് PSC 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെല്ലുലോയിഡ് ആണ്. എന്തുകൊണ്ടാണ്? സെല്ലുലോയിഡ് ഈസ് റിലേറ്റീവ്ലി ബ്രിട്ടിൽ ഓർ ലെസ് ഇലാസ്റ്റിക് കമ്പയർഡ് വിത്ത് ദ അതേഴ്സ് ലിസ്റ്റഡ്. അതായത് ഈ ഓപ്ഷൻസിൽ തന്നേക്കുന്ന ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ സെല്ലുലോയിഡ് എന്താണ്? ലെസ് ഇലാസ്റ്റിക് ആണ്, ബ്രിട്ടിലാണ്. ബ്രിട്ടിൽ എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്ന് പൊട്ടിപ്പോവും. അതായത് നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? അത് പൊട്ടി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ പഴയ ഷേപ്പ് റീഗെയിൻ ചെയ്യാനുള്ള കഴിവ് ഒട്ടും തന്നെ ഇല്ല എന്നല്ലേ അതിനർത്ഥം. അപ്പോൾ സെല്ലുലോയിഡാണ് ഇവിടെ ഇലാസ്റ്റിക് മെറ്റീരിയൽ അല്ലാത്തത്. അടുത്ത ചോദ്യം നോക്കാം. ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഫോർ എ പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി ഈസ് ഡാഷ്. അതായത് ഒരു പെർഫെക്റ്റ്ലി റിജിഡ് ബോഡിക്ക് ഉള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കുമെന്നാണ് ചോദ്യം. എന്താണ് പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ എത്ര വലിയ ഫോഴ്സ് കൊടുത്താലും അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡീഫോം ചെയ്യാൻ പറ്റില്ല. അതിനെ കംപ്രസ് ചെയ്യാനോ വലിച്ച് നീട്ടാനോ ഒന്നിനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു ബോഡിയാണ്, ഒരു ഐഡിയൽ ബോഡിയാണ് പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി എന്ന് പറയുന്നത്. അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. എത്രയായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. എ പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി ഡസ് നോട്ട് ഡീഫോം ഈവൻ അണ്ടർ ലാർജ് സ്ട്രെസ്. അതായത് ലാർജ് ആയിട്ടുള്ള സ്ട്രെസ് കൊടുത്താൽ പോലും അത് ഡീഫോം ആവത്തില്ല. ദാറ്റ് ഇംപ്ലൈസ് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു 0. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? ഡീഫോർമേഷൻ ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ സ്ട്രെയിൻസ് 0 അതിനർത്ഥം. അപ്പോൾ അവിടെ യങ്സ് മോഡുലസ് എന്ത് വരും? യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം. ദ സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദ പോയിന്റ് വേർ എ മെറ്റീരിയൽ ജസ്റ്റ് ബിഗിൻസ് ടു ഫ്ലോ പെർമനൻ്റ്ലി ഈസ് കോൾഡ് ഡാഷ്. അതായത് ഒരു വസ്തു പെർമനൻറ്റ് ഡീഫോർമേഷൻ കാണിക്കുന്ന പോയിന്റിന് പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം. അതായത് ആ പോയിന്റിൽ വെച്ചിട്ടായിരിക്കും അതൊരു പ്ലാസ്റ്റിക് ബോഡിയായി ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നത്. ആ പോയിന്റിന് പറയുന്ന പേരെന്താണ്? നമ്മൾ ഗ്രാഫ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. എന്താണ്? ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെസ് എന്ന് നമുക്ക് പറയാം. ആ സ്ട്രെസ് പോയിന്റാണ് ഈൽഡ് സ്ട്രെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ മാക്സിമം സ്ട്രെസ് ദാറ്റ് എ മെറ്റീരിയൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് ബ്രേക്കിംഗ് ഈസ് ഡാഷ്. അതായത് ഒരു വസ്തുവിന് മാക്സിമം സഹിക്കാൻ പറ്റുന്ന സ്ട്രെസ് എത്രയാണ്? പൊട്ടിപ്പോകുന്നതിന് മുമ്പ് വരെ മാക്സിമം സഹിക്കാൻ പറ്റുന്ന സ്ട്രെസ്, അതായത് അതിന് പറയുന്ന പേരാണ് ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രാഫിൽ ഈ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അത്. അതായത് ആ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വസ്തു എന്ത് പറ്റും? പൊട്ടിപ്പോവും, ഫ്രാക്ചർ ആവും അല്ലെങ്കിൽ ബ്രേക്ക് ആവും എന്നൊക്കെ പറയാം. ചോദ്യം നോക്കാം. സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ ബിക്കോസ് ഡാഷ്. ഇത് PSC റിപ്പീറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ വേറെ രീതിയിലൊക്കെ ചോദിച്ചേക്കുവാണ്. സ്റ്റീൽ എന്തുകൊണ്ടാണ് റബ്ബറിനെക്കാളും കൂടുതൽ ഇലാസ്റ്റിക് എന്ന് പറയാൻ കാരണം എന്നാണ് ചോദ്യം. എന്താണ്? ഇറ്റ് ഹാസ് എ ലാർജർ യങ്സ് മോഡുലസ്, ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് എ ലാർജർ Y. അതായത് ഇലാസ്റ്റിസിറ്റി പ്രൊപ്പോർഷണൽ ടു യങ്സ് മോഡുലസ് അല്ലേ. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് യങ്സ് മോഡുലസിന് പ്രൊപ്പോർഷണൽ ആണ്. റബ്ബർ സ്ട്രെച്ചസ് മോർ, സ്റ്റീൽ റീഗെയിൻസ് ഇറ്റ്സ് ഷേപ്പ് ബെറ്റർ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. റബ്ബർ എന്ന് പറയുന്നത് എന്താണ്? കൂടുതൽ സ്ട്രെച്ച് ആവുന്നു, പക്ഷേ ഷേപ്പ് കൂടുതൽ റീഗെയിൻ ചെയ്യുന്നത് ആരായിരിക്കും? സ്റ്റീലായിരിക്കും. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിസിറ്റിയുടെ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും നന്നായിട്ട് ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സ്ട്രെസ് അപ്ലൈഡ് ഓൺ എ വയർ ഈസ് ട്രിപ്പിൾഡ്, ദ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ബിക്കംസ് ഡാഷ്. അതായത് നമ്മളൊരു വയറിൽ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് 3 ഇരട്ടിയാക്കിയാൽ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടൻഷ്യൽ എനർജിക്ക് ഉണ്ടാകുന്ന മാറ്റം എത്രയെന്നാണ് ചോദ്യം. അപ്പം നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി U കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്?
യു ഈസ് ഈക്വൽ ടു ഹാഫ് സിഗ്മ എപ്സിലോൺ ആണ്. അല്ലെങ്കിൽ എന്തെന്ന് പറയാം, യു ഈസ് ഈക്വൽ ടു ഹാഫ് സിഗ്മ സ്ക്വയർ ബൈ വൈ എന്ന് പറയാം. അപ്പോൾ ഇവിടെ സിഗ്മ സ്ക്വയർ എന്താണ്, ട്രിപ്പിൾ ചെയ്യുവാണ് നമ്മൾ. എന്താണ് സിഗ്മ എന്ന് പറയുന്നത്, ട്രിപ്പിൾ ചെയ്യുവാണ്. അപ്പോൾ എന്ത് പറ്റും, സിഗ്മയുടെ കൂടെ ഒരു സ്ക്വയറും കൂടെ ഉണ്ടല്ലേ. അപ്പോൾ 3 സിഗ്മ സ്ക്വയർ. അപ്പോൾ എന്താണ് നമ്മുടെ എനർജി യു എന്ന് പറയുന്നത് എന്താവും, 9 ടൈംസ് ആവും. എനർജി ബിക്കംസ് 9 ടൈംസ്, യു ബിക്കംസ് 9 ടൈംസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ദ ഏരിയ അണ്ടർ ലീനിയർ പോർഷൻ റെപ്രസെൻറ്റ്സ് ഡാഷ്. അതായത് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിലെ ഏരിയ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദ്യം. ഏരിയ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ ഏരിയ പൊട്ടൻഷ്യൽ എനർജിയാണ് സൂചിപ്പിക്കുന്നത്, ഇത് ഓർത്ത് വെച്ചേക്കണം. അതുപോലെ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എന്തിനെയാണ്, യങ്സ് മോഡുലസിനെയാണ് കാണിക്കുന്നത് കേട്ടോ. അതും കൂടെ ഓർത്ത് വെച്ചേക്കണേ. അടുത്തത് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. യു ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ എന്താണ് സിഗ്മ എപ്സിലോൺ കർവ്, ദാറ്റ് ഈസ് ഹാഫ് സിഗ്മ എപ്സിലോൺ. അടുത്ത ചോദ്യം നോക്കാം. ദ സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇൻ പ്രൊപ്പോർഷണൽ റീജിയൻ റെപ്രസെൻറ്റ്സ് ഡാഷ്. അതായത് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ സ്ലോപ്പ്, പ്രൊപ്പോർഷണൽ റീജിയനിലെ സ്ലോപ്പ്. പ്രൊപ്പോർഷണൽ റീജിയൻ എന്ന് വെച്ചാൽ എന്താണ്, ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന റീജിയൻ. അവിടുത്തെ സ്ലോപ്പ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, യങ്സ് മോഡുലസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ദാറ്റ് ഈസ് സിഗ്മ പ്രൊപ്പോർഷണൽ ടു എപ്സിലോൺ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ സിഗ്മ ബൈ ഡെൽറ്റ എപ്സിലോൺ, ദാറ്റ് ഈസ് വൈ, യങ്സ് മോഡുലസ്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഈസ് എ മെഷർ ഓഫ് ദ സ്റ്റിഫ്നെസ് ഓഫ് എ സോളിഡ്. അതായത് ഒരു വസ്തുവിൻ്റെ സ്റ്റിഫ്നെസ്സിനെ സൂചിപ്പിക്കുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്, യങ്സ് മോഡുലസ് ആണ്. കാരണം എന്താണ്, എത്രത്തോളം യങ്സ് മോഡുലസ് കൂടുന്നോ ഒരു വസ്തുവിൻ്റെ അത്രയും സ്റ്റിഫായിരിക്കും ആ മെറ്റീരിയൽ എന്ന് പറയുന്നത്, അത്രയും ബുദ്ധിമുട്ടായിരിക്കും നമുക്കതിനെ ഡീഫോം ചെയ്യുക എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഇഫ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു 5 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആൻഡ് യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു 2 × 10⁻11 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ഫൈൻഡ് ദ സ്ട്രെയിൻ. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ സ്ട്രെസ്സും തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസ് വൈയും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ട്രെയിൻ ആണ്. നമുക്കറിയാം യങ്സ് മോഡുലസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അതിൽ നിന്ന് നമുക്ക് സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ പറ്റില്ലേ, ദാറ്റ് ഈസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ എന്ന് പറയാം. അതായത് എന്താണ്, സിഗ്മ ബൈ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2.5 × 10⁻⁻4 എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഫോർ മോസ്റ്റ് മെറ്റൽസ് ദ വാല്യൂ ഓഫ് പോയിസൺസ് റേഷ്യോ ലൈസ് ബിറ്റ്വീൻ ഡാഷ്. അതായത് ലോഹങ്ങൾക്ക് പോയിസൺസ് റേഷ്യോ ഏത് റേഞ്ചിലാണെന്നാണ് ചോദ്യം. നമ്മൾ ഈ പോയിസൺസ് റേഷ്യോയുടെ കാര്യം പറഞ്ഞപ്പോൾ രണ്ടാൾക്കാരുടെ വാല്യൂ നമ്മൾ പഠിച്ചു. കോർക്ക് 0 റബ്ബർ 0.5. ഇവിടെ മെറ്റൽസിൻ്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മെറ്റൽസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.25 തൊട്ട് 0.35 വരെയാണ് ആ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ടിപ്പിക്കൽ ന്യൂ ഫോർ സ്റ്റീൽ, അതായത് ടിപ്പിക്കൽ പോയിസൺസ് റേഷ്യോ ഫോർ സ്റ്റീൽ എന്ന് പറയുന്നത് 0.3, കോപ്പർ എന്ന് പറയുന്നത് 0.34, അലുമിനിയം എന്ന് പറയുന്നത് 0.33 ഒക്കെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇലാസ്റ്റിക് ലിമിറ്റ് ഈസ് ദാറ്റ് പോയിന്റ് ഓൺ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ബിയോണ്ട് വിച്ച്. അതായത് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് സ്ട്രെസ് സ്ട്രെയിൻ കർവിലെ ഇന്ന പോയിൻ്റാണ്. അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പെർമനൻറ്റ് ഡീഫോമേഷൻ ബിഗിൻസ്. എന്താണ്, പെർമനൻ്റ് ആയിട്ടുള്ള ഡീഫോമേഷൻ അത് കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും. ആ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ വസ്തുവിന് പഴയ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റില്ല. എക്സ്പ്ലനേഷൻ. ആഫ്റ്റർ ഇലാസ്റ്റിക് ലിമിറ്റ് പ്ലാസ്റ്റിക് റീജിയൻ, ഇറിവേഴ്സിബിൾ ഡീഫോമേഷൻ. അടുത്ത ചോദ്യം. എ ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു ഈക്വൽ നോർമൽ സ്ട്രെസ്സസ് ഓൺ ഓൾ സൈഡ്സ്. ദ ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് ഈസ് ഡാഷ്. അതായത് ഒരു വസ്തുവിന് എന്താണ്, ഈക്വലായിട്ട് എല്ലാ വശത്തു നിന്നും സ്ട്രെസ്സ് കൊടുക്കുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എന്തിലായിരിക്കും എന്നാണ് ചോദ്യം.
എന്തിലായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം ഓൺലി. അതിൻ്റെ വോളിയത്തിൽ മാത്രമാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഈക്വൽ സ്ട്രെസ് ഇൻ ഓൾ ഡയറക്ഷൻ പ്രൊഡ്യൂസസ് യൂണിഫോം കംപ്രഷൻ. ദാറ്റ് മീൻസ് ബൾക്ക് സ്ട്രെയിൻ ഓൺലി. അതായത് നമ്മൾ ഈക്വലായിട്ട് എല്ലാ ഡയറക്ഷനിൽ നിന്നും സ്ട്രെസ്സ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കംപ്രസ് ആവുന്നു, യൂണിഫോം കംപ്രഷൻ. അതായത് അവിടെ വോളിയം മാത്രമാണ് കുറയുന്നത്. വോളിയമായിട്ട് ബേസ് ചെയ്ത് വരുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആരാണ്? ബൾക്ക് മോഡുലസ് അല്ലേ? അപ്പോൾ ബൾക്ക് സ്ട്രെയിൻ ഓൺലി. അടുത്ത ചോദ്യം, ഇഫ് ദ വോളിയം ഓഫ് എ വയർ ചേഞ്ചസ് അണ്ടർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ദ റെലവൻറ്റ് മോഡുലസ് ഈസ് ഡാഷ്. അതായത് ഒരു വയറിൻ്റെ വോളിയം ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിൻ്റെ അണ്ടറിൽ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അവിടെ റെലവൻ്റ് ആയിട്ടുള്ള മോഡുലസ് ഏതെന്നാണ് ചോദ്യം. എന്തും ആയിക്കോട്ടെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? വോളിയം എന്നൊരു കീവേഡ് ഉണ്ടെങ്കിൽ അവിടെ ഏത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു? ബൾക്ക് മോഡുലസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ബൾക്ക് മോഡുലസ് ആണ്. ബൾക്ക് മോഡുലസ് കെ റിലേറ്റ്സ് പ്രഷർ ചേഞ്ച് ടു ഫ്രാക്ഷണൽ വോളിയം ചേഞ്ച്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചതെന്നൊന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കേ. നമ്മളിന്ന് എന്തൊക്കെ പഠിച്ചു? ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് പഠിച്ചു. അതിൽ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിച്ചു, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ് പഠിച്ചു. പിന്നെ എന്താണ്? ഹൂക്സ് ലോ പഠിച്ചു, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പഠിച്ചു, പോയ്സൺസ് റേഷ്യോ പഠിച്ചു, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആയിരിക്കും. ഇതുപോലെ തന്നെ സർഫസ് ടെൻഷൻ്റെ ചെറിയ എക്സ്പ്ലനേഷനും ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ താങ്ക്